ഇത് കാണുമ്പോഴേ വന്നിട്ട് പാലക്കാടുകാർക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ദോശയും അതേപോലെ കുമ്പളങ്ങ ചിക്കനും. ഇത് ഒരു നാടിൻ്റെ അവകാശം എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. ചിക്കൻ വട്ടി ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ച്. അപ്പോഴത്തേക്കിനും മകൾ വന്നിട്ടുണ്ടായിരുന്നു. മകൾ വന്ന് അവൾ നിലത്ത് നിൽക്കില്ല, ഇങ്ങ് നിൽക്കില്ല. പിന്നെ ഞാൻ എടുത്ത് വെച്ച് നോക്കി എന്താ സംഭവിക്കണമെന്ന് അറിയാൻ. അവളിങ്ങനെ ഞാൻ അടുത്ത് വെച്ച് ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല, അരി അതൊക്കെ കിരുന്ന് എന്നോട് കഥ പറയുമായിരുന്നു മോള്. പിന്നെ അവളെ വെച്ച് ഞാൻ കുമ്പളങ്ങയൊക്കെ ആയിരുന്നു. പിന്നെ ഉള്ള ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അവളെല്ലാം പറഞ്ഞു. എൻ്റെ വീട്ടുകാർക്ക് ഈ കുമ്പളങ്ങ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ അറപ്പാണ്. ഇതെങ്ങനെ കഴിക്കാൻ പറ്റണം എന്നാണ് അവർ ചോദിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഫസ്റ്റ് എൻ്റെ അനിയത്തിയൊക്കെ എന്ന് വെച്ചിട്ടുള്ള സാധനമായിരുന്നു കുമ്പളങ്ങ ചിക്കൻ. ഈ കുമ്പളങ്ങിയിട്ട് തേങ്ങ അരച്ച് ചിക്കൻ കറി ഇത് എങ്ങനെയൊക്കെയാണ് കഴിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് എനിക്ക് കഴിച്ചപ്പോഴും ഇതൊക്കെ സാധനം നല്ലതാണ്, ടേസ്റ്റാണ്, സൂപ്പറാണ്. കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് ആയിട്ടായിരിക്കും, മേ ബി സെക്കൻഡ് ടൈം ആയിരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് അത് കഴിച്ചാൽ കൊള്ളാം. നോ ഇടയ്ക്കൊന്നത് കഴിച്ചാൽ കൊള്ളാൻ തോന്നും. ഇതൊരു ഫീൽ കിട്ടിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ അപ്പോഴും സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഈ സംക്രാന്തി നമ്മുടെ കർക്കിടക വാവിൻ്റെ തലേ ദിവസം കയ്യിൽ ഒരു മൈലാഞ്ചി ഇടും. കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് ഈ കുമ്പളങ്ങ ചിക്കനും ദോശയും കൂടെ കഴിക്കും. അപ്പോൾ ഒരു സ്മെല്ലുണ്ടെന്ന്, നമ്മുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരു സ്മെല്ലും ടേസ്റ്റും ആണ്. അപ്പോഴാണ് എനിക്കിതിനൊരു ഫീല് കിട്ടിയത്. നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ ടക്ക് 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 പരിപാടി തീർക്കുക. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചൊന്ന് വാട്ടി ചിക്കനും ഇട്ട് കുമ്പളങ്ങിയിട്ട് ഒന്ന് വിസിലടിപ്പിച്ച് കുറച്ച് തേങ്ങയിൽ വേണ്ടി ജീരകവും അതേപോലെ ജീരകം മാത്രം ഇട്ട് ഉപ്പും ഇട്ട് അരച്ച് ഇത് ഒന്ന് ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ അരപ്പും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് ഉള്ളിയും കൂടെ വന്നിട്ട് മൂപ്പിച്ച് താളിച്ചേക്കുക. അടിപൊളിയാണ് ഗൈസ്, ട്രൈ ചെയ്ത് നോക്കുക. അത് ദോശയുടെ കൂടെ തന്നെ കഴിച്ച് നോക്കാനേ ഞാൻ പറയുള്ളൂ. ചോറിൻ്റെ കൂടെയൊന്നും ഞാൻ പ്രിഫർ ചെയ്യില്ല. ദോശയുടെ കൂടെ എന്തായാലും നല്ലൊരു അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഞാൻ അപ്പോഴത്തിന് ലിവറിന് ഇടിയാണ്, അതുകൊണ്ട് ലിവർ വീണ് കഴിഞ്ഞാൽ അത് അപ്പം അവിടെ വെച്ച് മുറിക്കും, എന്നിട്ട് രണ്ടായിട്ട് എടുക്കും. ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്, അടിപൊളിയാണ്.